അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റോമ സാമ്രാജ്യം തകരുകയാണ്. ചക്രവർത്തിമാർക്ക് പോലും പിടിച്ചു നിൽക്കാനാവില്ല എന്ന അവസ്ഥ വന്നു. ഇനിയും ഈ നില തുടരുകയാണെങ്കിൽ തൻ്റെ അവസ്ഥ ഒട്ടും സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കിയ റോമയുടെ മുൻ ഭരണാധികാരി ജബൽ മുസ്ലിം സേനാനായകൻ അബൂ ഉബൈദയുടെ അടുക്കലെത്തുകയും താൻ ഇസ്ലാം സ്വീകരിച്ചതായി അറിയിക്കുകയും ചെയ്തു. ഇത് കേട്ട ജബലിന്റെ ആവശ്യം മദീനയിൽ 1 വർഷം തങ്ങാൻ തങ്ങളെ അനുവദിക്കണമെന്നായിരുന്നു. ഖലീഫ അത് അംഗീകരിക്കുകയും അവർക്ക് മദീനയിൽ തങ്ങാനുള്ള സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കുകയും ചെയ്തു. ഒരു ഹജ്ജ് കാലം കൂടി വന്നെത്തി. എങ്ങും ഭക്തി നിർഭരമായ അന്തരീക്ഷം. അതിനിടയിലാണ് ഒരാളുടെ നിലവിളി എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു പാവം യുവാവ്. കഠിനമായ മർദ്ദനമേറ്റതിന്റെ ലക്ഷണങ്ങൾ അയാളുടെ ദേഹത്തെങ്ങും പ്രകടമാണ്. കൂടുതൽ അന്വേഷിച്ചപ്പോൾ ജബലാണ് അത് ചെയ്തതെന്ന് വ്യക്തമായി. നിലത്തെഴിയുന്ന തന്റെ വസ്ത്രത്തിൽ അറിയാതെ ചവിട്ടിപ്പോയതായിരുന്നു അയാളുടെ കുറ്റം. ഇത് കേട്ട് എല്ലാവരും ജബലിനെ കുറ്റപ്പെടുത്തുകയും അയാളെയും ആ യുവാവിനെയും ഖലീഫയുടെ മുന്നിൽ ഹാജരാക്കുകയും ചെയ്തു. ഖലീഫ സത്യാവസ്ഥ എന്തെന്ന് അന്വേഷിച്ചറിയുകയും ജബലാണ് കുറ്റവാളിയെന്നും യുവാവ് തീർത്തും നിരപരാധിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ഖലീഫ ജബലിനോട് ആവശ്യപ്പെട്ടു, താങ്കൾ തീർച്ചയായും ഇതിന് പ്രതിക്രിയ അനുഭവിക്കേണ്ടതാണ്. ഇത് വളരെയധികം ക്രൂരമായ ഒരു കുറ്റമാണ്. ഇത് കേട്ട് ജബൽ അമ്പരന്നു പോയി. തന്റെ നാട്ടിലൊന്നും ഇതായിരുന്നില്ലല്ലോ പതിവ്. ഭരണാധികാരികൾ എന്തു കുറ്റം ചെയ്താലും അത് മറച്ചു വെക്കപ്പെടുകയും പാവപ്പെട്ടവർ അറിയാതെ ചെയ്യുന്ന തെറ്റിനു പോലും കഠിനമായ ശിക്ഷയ്ക്ക് ഇരയാവുകയും ചെയ്യുന്നതായിരുന്നല്ലോ തന്റെ നാട്ടിൽ. ഇവിടെ എന്താണ് ഇങ്ങനെ? തന്റെ പഴയ മതം തന്നെയായിരുന്നു നല്ലതെന്ന് അയാൾ ഖലീഫയോട് വ്യക്തമാക്കി. ഇത് കേട്ട് ഖലീഫ അത് സാധ്യമല്ലെന്നും താങ്കൾക്ക് അടുത്ത പ്രഭാതം വരെ ചിന്തിക്കാൻ അവസരം നൽകിയിരിക്കുന്നുവെന്നും പറഞ്ഞു. അടുത്ത പ്രഭാതത്തിൽ ആ പട്ടണം ഉണർന്നത് ജബലും കൂട്ടരും റോമിലേക്ക് ഒളിച്ചോടിയെന്നും തങ്ങളുടെ പഴയ മതം തന്നെ സ്വീകരിച്ചുവെന്നുമുള്ള വാർത്ത കേട്ടായിരുന്നു. ഇത് കേട്ട് ചിലരെങ്കിലും ഖലീഫയെ കുറ്റപ്പെടുത്തി. താങ്കൾക്ക് ജബലിനോട് അല്പമെങ്കിലും വിട്ടുവീഴ്ച കാണിക്കാമായിരുന്നു, എങ്കിൽ അയാൾ അവിശ്വാസിയാകില്ലായിരുന്നു. ഞാൻ അന്ന് ജബലിനോട് വിട്ടുവീഴ്ച കാണിച്ചുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞാനൊരു നീതിമാനായ ഭരണാധികാരിയാവുക? എങ്ങനെയാണ് ഞാനൊരു ഇസ്ലാമിക രാഷ്ട്രം ഭരിക്കുക എന്നായിരുന്നു ഖലീഫയുടെ മറുപടി. ഒരു ഭരണാധികാരി എങ്ങനെ നീതി കാണിക്കണമെന്ന് വരച്ചു കാണിക്കുകയാണ് ഈ ഒരു ചെറിയ ചരിത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.